ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു പുതിയ വ്ളോഗായിട്ട് വന്നേക്കുവാണ്. ഫോർട്ട് കണ്ടിട്ട് നമ്മൾ വണ്ടി നിർത്തിയേക്കുവാണ്. വേറെ എങ്ങുമായിട്ട് നമ്മൾ പോകുന്നത് കമ്പത്തിനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അമ്മയ്ക്കും അച്ഛയ്ക്കും ഒരു ആവശ്യത്തിന് നമ്മൾ പോവുകയാണ്. അമ്മയ്ക്ക് കാലിനൊക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തിരുമിക്കാൻ നമ്മൾ വിളിച്ച് തിരക്കിയിട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകുന്നത്. ഏകദേശം ഒരു 10 മണിക്ക് മുന്നേ നമ്മൾ അവിടെ എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രാവിലെ 6:30 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഗായ്സ്, നമുക്കിനി അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഗായ്സ്, അപ്പോൾ ദേണ്ട നമുക്ക് വെള്ളച്ചാട്ടം കണ്ടപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയതാണ് കേട്ടോ. പിന്നെ മാത്രമല്ല, കാപ്പി കുടിക്കാനും ഒക്കെ നമ്മൾ ഇറങ്ങിയതാണ്. ഈ സ്പോട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു സ്പോട്ടായിരിക്കും കേട്ടോ, ഈ വെള്ളച്ചാട്ടം. ഈ സ്പോട്ട് എല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ. എൻ്റെ വ്ളോഗ് കണ്ടവർക്കൊക്കെ. ഞാനിതിപ്പം ഒരു പ്രാവശ്യമല്ല ഇത് കാണുന്ന, 2-3 പ്രാവശ്യമായിട്ട് ഈ വഴി കൂടെ പോയിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല, കട്ടപ്പനയിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാനും സവിചേട്ടനും ചേച്ചി അപ്പും പപ്പയൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ കാർ എടുക്കാനായിട്ട്. അപ്പോൾ ഈ സ്പോട്ടിൽ നമ്മൾ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ പോയത്. പിന്നെ അപ്പും അച്ചും ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ കാപ്പി കുടിക്കാനായിട്ട് അങ്ങോട്ട് പോയി. ഇങ്ങോട്ട് വരുന്ന നേരമായപ്പോൾ 2-3 പ്രാവശ്യം ഞാൻ വോമിറ്റിങ് ചെയ്തോട്ടോ. ഈ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്കുള്ളതാണ് ഈ വോമിറ്റിങ്. അതുകൊണ്ട് എനിക്ക് കാപ്പി കുടിക്കാനൊന്നും തോന്നില്ല കേട്ടോ. നമ്മൾ രാവിലെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ നമ്മൾ കുമളി എത്തിയപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി കേട്ടോ. ഇതെൻ്റെ ഒരു ഹോട്ടലിൽ കയറി മസാല ദോശയാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. ഗായ്സ്, അപ്പോഴേ നമ്മൾ കുമളി ടൗണിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഫുഡ് കഴിച്ചോട്ടോ. ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് വണ്ടി. എന്നിട്ട് നമ്മൾ പോയി മസാല ദോശയൊക്കെയാണ് കേട്ടോ കഴിച്ചത്. ഇനിയിപ്പോൾ ഇവിടുന്ന് പോവും. ഇനിയിപ്പം ഇവിടുന്ന് 23 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ കമ്പത്തിന് പോകാനായിട്ട്. അപ്പോൾ ഗായ്സ്, അവിടെ ചെന്നിട്ട് നമ്മളിതേൻ്റെ കുമളി ടൗണിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇപ്പോൾ കുറച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ബോർഡർ വരും, നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറും കേട്ടോ. ഫൈനലി ഇതേണ്ട നമ്മൾ കമ്പത്ത് എത്തി കേട്ടോ. കാർ പിന്നെ നമ്മളിവിടെയാണ് കേട്ടോ പാർക്ക് ചെയ്തേക്കുന്നത്. ഗായ്സ്, അപ്പോൾ നമ്മൾ കമ്പത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അവർ ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കാം, എന്നിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. കൂടെ അതേൻ്റെ അപ്പും ഉണ്ട്. നമ്മൾ കമ്പത്ത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ വരുന്നത്. അയ്യോ, ഇവിടെ വേണ്ട ഇതാണ് കേട്ടോ ബോർഡ്. നമ്മൾ കയറി വന്നപ്പോൾ തന്നെ നമ്മുടെ കാല് അവർ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു എണ്ണ വന്നിട്ടുണ്ടായിരുന്നു കാല് തേക്കാൻ. പിന്നെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ അമ്മയ്ക്ക് സർജറി ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഈ കാലിന് നീര് വെച്ചേക്കുന്നത് കേട്ടോ. നീര് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പത്തിന് വന്നത് കേട്ടോ. പിന്നെ അച്ഛയ്ക്കും കാണിച്ചായിരുന്നു. ഗായ്സ്, ഇതാണ് കേട്ടോ ഇവിടുത്തെ ബോർഡ്. ഇതിനകത്ത് 2 നമ്പറുണ്ട്, വാട്സപ്പ് ഉണ്ട്, അല്ലാതെ തന്നെ കോൾ ചെയ്യാനുള്ള നമ്പറും ഉണ്ട് കേട്ടോ. ആവശ്യമുള്ളവർ ഈ നമ്പർ വിളിച്ചാൽ മതി കേട്ടോ. ഇവിടെ അവർ പറയും. പിന്നെ നമ്മൾ വിളിച്ച് തിരക്കിയിട്ടാണ് കേട്ടോ വന്നത്. ബാക്കി 2-3 സ്ഥലത്ത് കമ്പത്ത് നമ്മൾ വിളിച്ച് തിരക്കിയപ്പോൾ അവർ എടുക്കത്തില്ല, അവർ നോക്കത്തില്ലെന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. സർജറി ചെയ്ത കാലാണ് കേട്ടോ അമ്മയുടെ. അപ്പോൾ അതുകൊണ്ട് അവർ നോക്കത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ പപ്പാനെ കാണിച്ച സ്ഥലത്ത് തന്നെ ഒന്നുകൂടെ വിളിച്ചപ്പോൾ അവർ വരാൻ പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മളിവിടുന്ന് പോവുകയാണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ടൗണ്. പിന്നെ പപ്പയും അമ്മയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പപ്പാനെ കാണിക്കാൻ പോയപ്പോഴും അവർ ചന്തയിൽ കയറി പച്ചക്കറിയൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ വന്നത്. നല്ല റേറ്റ് കുറവാണ് ഇവിടുത്തെ പച്ചക്കറിക്കൊക്കെ. പക്ഷെ നമ്മൾ മേടിച്ചില്ല കേട്ടോ, നമ്മളിങ്ങനെ പോകുന്നു. നമ്മൾ കമ്പത്ത് വന്നപ്പം 10:30 ആയായിരുന്നു. നമ്മൾ 11 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. അതുകൊണ്ട് നമ്മൾ ഉച്ചത്തേക്ക് ബിരിയാണി കഴിക്കാനാണ് കേട്ടോ ഓരോരോ കടകൾ നോക്കുന്നത്. അപ്പം ബിരിയാണി കടയൊന്നും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഞാനും അമ്മയും അച്ഛയാണ് പുറകിലിരിക്കുന്നത്. ഫ്രണ്ടിൽ അപ്പും അച്ചും ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേണ്ട ഞാൻ ഓരോരോ സ്ഥലം കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് തമിഴ്നാട്. പിന്നെ
ഇനി കുറേ നമ്മൾ കട നോക്കിയിട്ടൊന്നും കണ്ടില്ല. പോകുന്ന വഴിക്ക് നമുക്ക് ബിരിയാണി കട ഓപ്പൺ ആണെങ്കിൽ കഴിക്കാം കേട്ടോ. തമിഴ് ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിക്കാൻ തന്നെയാണ് ഞാൻ ഇവരുടെ കൂടെ പോയതും കേട്ടോ. എനിക്ക് ബിരിയാണി എന്ന് പറഞ്ഞാൽ ജീവനാണ് എനിക്കും അപ്പൂനും. ഞാൻ എപ്പോഴും വീട്ടിലും തമിഴ് ബിരിയാണി വെക്കുന്നതാണ്. ഹായ് അപ്പു. ഇപ്പോൾ ഉച്ച 12 മണിയൊക്കെ ഏകദേശം ആകുന്നതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് നമ്മൾ മുന്തിരിത്തോട്ടം കൂടി ഒന്ന് കാണണമെന്നുണ്ട് ബിരിയാണി കഴിച്ചിട്ടാണെങ്കിലും. പിന്നെ അതേൻ്റെ കുമ്മലി ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ ആണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. പിന്നെ കുറച്ച് ഇവിടുന്ന് വരുമ്പോൾ തന്നെ നമുക്കൊരു ബിരിയാണി സ്പോട്ട് കണ്ടു കേട്ടോ, ഇവിടെ നിർത്തി വണ്ടിയെ. ഗായ്സ്, അപ്പോഴത്തേ നമ്മൾ ബിരിയാണി കഴിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കമ്പം അവിടെ നിന്ന് ഇച്ചിരി ഇങ്ങോട്ട് പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ഒരു ബിരിയാണി കട നമ്മൾ കണ്ട്. പിന്നെ സമയം ഇപ്പോൾ 11 മണി ആയേ ഉള്ളൂ, 12 ഒന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ബിരിയാണിന്ന് കണ്ടപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിക്കാൻ കയറുവാണേ. ഇതേൻ്റെ ഈ കടയിലാണ് കേട്ടോ ബിരിയാണി കഴിക്കാൻ കയറുന്നത്. അപ്പുസാറിൻ്റെ മമ്മിയും അപ്പുസാർ അവിടെ കാറ് തേൻ്റെ അവിടെ ഇട്ടേക്കുക. അവർ ബിരിയാണി കഴിക്കാനായിട്ട് പോവാണ്. എൻ്റെ ഫേവറേറ്റാണ് തമിഴ് ബിരിയാണി. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. എപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണിയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് കടയിൽ കിട്ടുന്ന ടേസ്റ്റ് കിട്ടുമല്ലോ. അപ്പുസാറിനെ കിട്ടി നമ്മൾ ബിരിയാണി കഴിക്കാനായിട്ട് അകത്തോട്ട് കയറും. ഗായ്സ്, ഇത് കണ്ടോ, ഇതാണ് മുന്തിരിത്തോട്ടം. നമ്മൾ കഴിച്ചിട്ട് അങ്ങോട്ട് കയറാമെന്ന് ഓർത്തിട്ടിരിക്കുവാണ്. അടുത്താണ്, ഇതിൻ്റെ താഴെയായിട്ട് വരും. സനിത ബൈജു ബിരിയാണി കഴിക്കാനിരിക്കുകയാണോ? കമ്പം ബിരിയാണി. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ ഇന്ന് പോയിട്ട്? കാലുവേദന മാറിയോ? കുറവുണ്ട്. അയ്യോ, ദേണ്ട നമ്മുടെ ബിരിയാണി വന്നു ഗൈസ്. ബിരിയാണി വന്നു. എല്ലാവരും ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണിയാണ് കേട്ടോ ഉള്ളത്. ഞങ്ങളെല്ലാവരും ചിക്കനാണ് കേട്ടോ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് കഴിച്ചിട്ട് കാണാമേ. ഗായ്സ്, അപ്പോൾ ദേണ്ടേ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് കേട്ടോ ഈ മുന്തിരിത്തോട്ടം എന്ന് എഴുതിയിട്ടുണ്ട്. മലയാളത്തിലുണ്ട്, തമിഴിലും എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ താഴെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു സൈഡിലോട്ട് വരുന്നത്. അതുകൊണ്ട് എനിക്കറിയത്തില്ല. നമുക്ക് പോയി നോക്കാവേ. നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ ദേണ്ടേ ഇവിടെ 2-3 കടകളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്കൊരു സാധനം ഞാൻ കാണിക്കാം കേട്ടോ. ഒരു സൂത്രമുണ്ട്. ദേണ്ടേ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോഴേ ഇവിടെയല്ല, ദേണ്ടേ ഇവിടെ കറക്റ്റ് അപ്പൂനെ പോലെ ഒരാള് ഒരേപോലെ. ഗ്രേപ്സ് തോട്ടത്തിൽ മുന്തിരിത്തോട്ടത്തിൽ നമ്മൾ ഫോട്ടോസും വീഡിയോസും എടുക്കാനും പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. നമുക്ക് അകത്തോട്ട് കയറാതെ നമ്മൾ നടന്ന് അകത്തോട്ട് പോവാം. കുറച്ച് അകത്ത് കയറി വരുമ്പോൾ 4-4 ഷോപ്പുണ്ട് കേട്ടോ. ഒന്ന് പാനിപ്പൂരി, പിന്നെ പോപ്കോണും, പിന്നെ ചെറിയ കേക്ക്, ചോക്ലേറ്റ് ടൈപ്സ് ഒരു കടയുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഇരുന്ന് കഴിക്കാനും ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ കാണുന്നതാണ് മുന്തിരിത്തോട്ടം. അകത്തോട്ട് കയറിയില്ല, അവർ കയറി കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ നിൽക്കുവാണ്. ഇതാണ് കേട്ടോ ഇറങ്ങി ചെല്ലേണ്ടത്. പിന്നെ ഇതൊക്കെ ഗ്രേപ്സിൻ്റെ വൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ജ്യൂസും ഉണ്ട്, വൈനും ഉണ്ട്, അല്ലാതെ ഗ്രേപ്സും കിട്ടും കേട്ടോ ഇവിടുന്ന്. അത് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ കുറേ പേര് അവിടെ അകത്തുണ്ട് കേട്ടോ. എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ ഇരിക്കാനായിട്ട് ബെഞ്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തിന്നാൻ തോന്നുന്നു ഇതെല്ലാം കണ്ടിട്ട്. ഇതെൻ്റെ ഈ സൈഡിൽ ഇട്ടേക്കുന്ന ഗ്രേപ്സ് ഒക്കെ മറ്റേ ഡ്രൈ ഗ്രേപ്പാണ് കേട്ടോ. അത് ഉണക്കാനായിട്ട് അവിടെ ഇങ്ങനെ ഇട്ടേക്കുന്നതാണ്. പിന്നെ ഇതേൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ വരുവാണെങ്കിൽ ഇതൊക്കെ ഒറിജിനൽ ഗ്രേപ്സ് ആണ്.
ഗായ്സ്, അപ്പോൾ ഇതേ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് തൊട്ട് താഴെ തന്നെയാണ് കേട്ടോ. ഗായ്സ്, അപ്പോൾ ഇതേ നമ്മൾ ഫുഡ് കഴിച്ചതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് കേട്ടോ ഈ മുന്തിരിത്തോട്ടം വരുന്നത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒത്തിരി മലയാളീസ് കുറേ പേരെ നമ്മൾ കണ്ടു കേട്ടോ. അവരോടൊക്കെ നമ്മൾ മിണ്ടി. പിന്നെ അതേൻ്റെ ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ നല്ല തണുപ്പുണ്ട്. മാത്രമല്ല ഒത്തിരി പേര് ഫോട്ടോ എടുക്കാനും എല്ലാം അവിടെ ഈ ബെഞ്ചൊക്കെ അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നതേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്ന് നമ്മളെ പോകും. എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടായിരിക്കും. പിന്നെ പോകുന്ന സ്പോട്ടിൽ നമ്മൾ നിർത്തി നമ്മൾ കുട്ടിക്കാനൊക്കെ കയറിയായിരിക്കും പോകുന്നത്. അപ്പം വിശേഷങ്ങൾ പോകുന്ന വഴിക്ക് കാണിക്കാം. ഗായ്സ്, അപ്പോൾ നമ്മൾ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഇപ്പം വീട്ടിലോട്ട് പോവുകയാണ്. നമുക്ക് ബാക്കി വിശേഷം പോകുമ്പോൾ കാണാം കേട്ടോ. ഗായ്സ്, അപ്പം നമ്മൾ കമ്പത്തിൽ ട്രീറ്റ്മെൻറ്റ് പോയപ്പോൾ അവിടെ കുറേ 2-3 മലയാളീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ കണ്ടു, സംസാരിച്ചിട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത്. ഗായ്സ്, അങ്ങനെ നമ്മളിങ്ങനെ വന്നിട്ട് വേണ്ട ഒരു നല്ല സ്പോട്ട് കണ്ടിട്ട് നിർത്തിയേക്കുവാണ് കേട്ടോ. അച്ഛയും അമ്മയും അപ്പും എല്ലാം തേൻ്റെ മേളിൽ അവിടെ പോയി മലയുടെ മണ്ടയ്ക്ക് പോയി നിൽക്കുമായിരുന്നു. ഞാൻ പോയില്ല കേട്ടോ. ഞാൻ താഴെ തന്നെ നിൽക്കുമായിരുന്നു കാറിൻ്റെ അവിടെ. നമ്മളിനി എങ്ങും നിർത്തുന്നില്ല, വീട്ടിലോട്ടാണ് കേട്ടോ ഇനി പോകുന്നത്. ഹേ ഗായ്സ്, അപ്പോൾ അതേ നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ. പിന്നെ 4 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വന്നത്. പിന്നെ നമ്മൾ ബിരിയാണി മാത്രം അവിടെ കഴിച്ചിട്ടുള്ളായിരുന്നു കേട്ടോ. വേറെ എങ്കിലും നമ്മൾ നിർത്തിയില്ല, നേരെ നമ്മളിങ്ങ് പോകുന്നു. ഇന്നത്തെ വ്ളോഗ് നമ്മൾ കമ്പത്തിന് പോയത് അമ്മയുടെ കാല് സർജറി ഓൾറെഡി ചെയ്തതാണ് കേട്ടോ. അമ്മ ഒന്ന് വീണായിരുന്നു ജസ്റ്റ്. അപ്പം കാലിന് ഒന്ന് സർജറി ചെയ്തായിരുന്നു. അപ്പം നമ്മളവിടെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് സർജറി ചെയ്തേക്കുന്നതുകൊണ്ട് ഓയിൽ പോലെ തന്നിട്ടുണ്ട് തേക്കാനായിട്ട്. അപ്പോൾ നമ്മൾ 1500 രൂപയാണ് അതിന് റേറ്റ് വരുന്നത്. നമ്മളത് മേടിച്ചിട്ടുണ്ട്. പിന്നെ അവർ പറഞ്ഞായിരുന്നു അവരവിടെ തരുന്ന മരുന്ന് കൊണ്ട് മാറാൻ ചാൻസ് കുറവാണ്. എന്തോ എല്ല് ശരിക്കും സെറ്റായിട്ടില്ല. അപ്പം അതുകൊണ്ട് ഡോക്ടറിനെ ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതായിരിക്കും. പിന്നെ അച്ഛയ്ക്കും ജസ്റ്റ് നമ്മളൊന്ന് കാണിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛയ്ക്ക് ഇച്ചിരി ഗ്യാസിൻ്റെ പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ട് പുറകിൽ. അപ്പോൾ അതിന് അവർ നോക്കിയപ്പോഴും അതിനൊക്കെ മരുന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മളിന്ന് പോയത്. ഗൈസ്, അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു നല്ല വ്ളോഗുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. ടാറ്റാ, ബൈ, സീ യു.